സാധ്യതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കേസിനെ എങ്ങനെ കാണേണ്ടി വരും? ഈ കുഞ്ഞിൽ നിന്നും എടുക്കുന്ന മൊഴി വളരെ പ്രധാനപ്പെട്ടതാകില്ലേ? എന്താണ് സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ അനുമാനിക്കുന്നത്? ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ് വീണ്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് മാറ്റി പറയുകയും ചെയ്യും. അത് തന്നെ എല്ലാ കുഞ്ഞിനൊരു സംശയം വരും, ഞാൻ പറഞ്ഞത് തെറ്റായി പോയിട്ടാണോ അല്ലെങ്കിൽ അതെനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണോ അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നതൊക്കെ. അപ്പോൾ വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ അത് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മൊഴിയെടുപ്പ് തന്നെ പാളിപ്പോകും. അതാണ് നമ്പർ 1. നമ്പർ 2, കുട്ടിക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കുട്ടിക്ക് ഏത് സാഹചര്യമാണ് ഇന്നു വരെ കിട്ടിയത് എന്നുള്ളതാണ്. അതായത് ഈ കാടും മേടും അല്ലെങ്കിൽ മുള്ളും കല്ലും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജനിച്ചപ്പോൾ മുതൽ വളർന്നു വന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും അതിൽ യൂസ്ഡ് ആയിരിക്കും. ഒരു ഫ്ലാറ്റിന്റെ ഒരു സിസ്റ്റത്തിൽ വളർന്നു വന്ന ഒരു 2 വയസ്സുകാരി കൊച്ചിന് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ഇഞ്ചുറീസും വരാനും അല്ലെങ്കിൽ ഭയപ്പാട് വരാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്.